അസ്സലാമു അലൈക്കും. ഞാൻ പഠിക്കുന്നത് വാദി ഹുദ ശരീഅത്ത് കോളേജ് SNEസിൻ്റെ കീഴിൽ. ഞാനിവിടെ പറയാൻ പോകുന്ന സമസ്യയെക്കുറിച്ചാണ്. പ്രവാചകകാലത്ത് തന്നെ ഇസ്ലാം കേരളത്തിലെത്തുകയും 7-ാം നൂറ്റാണ്ടിൽ മലബാറിലെ തീരത്തെത്തിയ അറബ് വ്യാപാരികളിലൂടെയും ഇസ്ലാം വ്യാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രധാനമായി അതിൽ പറയുന്നത് മാലിക് ദീനാർ സംഭവമാണ്. ഇസ്ലാമിൻ്റെ വളർച്ചയെ 3 ഘട്ടങ്ങളായി നമുക്ക് പറയാം. ഒന്നാമത്തെ ആഗമനം മുതൽ കോഴിക്കോട് കാസിമാരും പൊന്നാനി മഹ്ദൂമാരുടെ കാലഘട്ടം 1516 നൂറ്റാണ്ടിലും 1920 വരെയുള്ള രചനയുടെ കാലഘട്ടം, 1920 മുതൽ അതിന് ശേഷമുള്ള സംഘടനയും ആദർശങ്ങളുടെയും പരീക്ഷണങ്ങളുടെ കാലഘട്ടം, 20-ാം നൂറ്റാണ്ടിന് ശേഷം മത നവീകരണങ്ങൾ കൂടാതെ നടക്കുകയും അതിനെ പ്രതികരിക്കാൻ വേണ്ടി സമസ്തകാല ജമീയത്തുലമ രൂപീകരിക്കുകയും ചെയ്തു. 1925 കോഴിക്കോട് വലിയ ജുമാഅത്ത് പള്ളിയിൽ മഹാന്മാർ കൂടുകയും അവർ താൽക്കാലികമായി സംഘടന രൂപീകരിക്കുകയും 1926 ജൂൺ 26-ന് പുനഃസംഘടിപ്പിക്കുകയും വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റ് ആവുകയും മറ്റു സംഘടനകളെ പോലെ തന്നെ 1927 മുതൽ 1944 വരെയുള്ള കാലഘട്ടങ്ങളിൽ 15 സമ്മേളനങ്ങൾ നടക്കുകയും ബിദ്അ പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കുകയും സുന്നത്തുൽ ജമാഅത്തിനെ നിലനിർത്തുകയും ആദർശം ഇവിടെ നിലനിന്ന ശേഷം സമസ്ത വിദ്യാഭ്യാസ ഊന്നൽ നൽകുകയും അങ്ങനെ സമസ്ത വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിൽ ഒരു വിദ്യാഭ്യാസ രംഗം സജീവമാവുകയും 2023-ൽ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് എന്ന ഒരു രൂപീകരണത്തിൽ SNEC രൂപം നൽകുകയും 52 സ്ഥാപനങ്ങളും 500-ലേറെ ഉസ്താദുമാരും 12 സ്ട്രീമുകളും 5700-ലേറെ വിദ്യാർത്ഥികളും സമസ്തയുടെ കീഴിൽ പഠനം നടക്കാൻ SNEC കഴിഞ്ഞു. ഇനി വരുന്ന 100-ാം വാർഷികത്തിൽ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.